ഹല്ലേലൂയ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുജറാത്തിലെ വഡോദര എന്ന സ്ഥലത്തെ അവർ ലേഡി ഓഫ് റോസറി ചർച്ചിലാണ്. ഞാനിന്ന് രാവിലെ ഇവിടെ എത്തി. എനിക്കിന്ന് ഒരു വിശുദ്ധ കുർബാന മിസ്സായിപ്പോയി. വിശുദ്ധ കുർബാന മുടക്കരുതെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് വിശുദ്ധ കുർബാന നഷ്ടമായിപ്പോയി. എൻ്റെ കൂടെ ഇന്ന് ഇവിടുത്തെ അച്ഛനുണ്ട്. ഇവിടുത്തെ അച്ഛൻ മലയാളി അച്ഛനാണ്. യലഞ്ഞിയിലാണ് വീട്. ഫാദർ ജോബി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഐ എം ഫാദർ ജോബി മലകത്തടത്തിൽ MST. ഈ പള്ളി ഇവിടുത്തെ ബറോഡ രൂപതയുടെ കത്തീഡ്രൽ പള്ളിയാണ്. ഇത് ബോംബെ രൂപതയുടെ ഭാഗമായിരുന്നു. അതിനുശേഷം ഇത് ബറോഡ രൂപത ഉണ്ടായപ്പോൾ അതിൻ്റെ കത്തീഡ്രൽ പള്ളിയായിട്ട് മാറ്റിയതാണ്. ഇവിടെ ബ്രിട്ടീഷുകാരുടെ സമയത്തുണ്ടായിരുന്ന പട്ടാളക്കാർക്ക് വേണ്ടിയുള്ളൊരു ചാപ്പലാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് പൊളിച്ച് പുതുതായിട്ട് കത്തീഡ്രൽ പള്ളിയായിട്ട് മാറ്റിയതാണ് ഈ കാണുന്ന ഈ ദേവാലയം, കത്തീഡ്രൽ ദേവാലയം. ഇവിടെ ലാറ്റിൻ വലിയ സമൂഹമുണ്ട്. ഞാൻ സീറോ മലബാർ ആളുകളുടെ ഇൻചാർജായിട്ടാണ് സേവനം ചെയ്യുന്നത്. ഇവിടെ സിറ്റിക്കകത്ത് 500 സീറോ മലബാർ ഫാമിലീസ് ഉണ്ട്. 2 പാരിഷായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് മക്കാർപ്പുര മനേജൽ, വേറെ ഒരു പള്ളിയും സമൂഹമുണ്ട്. ഇത് സെൻറ്റ് മേരീസ് സീറോ മലബാർ സമൂഹമായിട്ട് സേവനം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ലാറ്റിൻ ക്രിസ്ത്യൻസിൻ്റെ 6 പള്ളികൾ സിറ്റിക്കകത്തുണ്ട്. നല്ല ജെസ്യൂട്ട് മിഷണറിമാർ വന്ന് മാമൂസ മുക്കി മിഷൻ പ്രദേശമാക്കി മാറ്റിയതിൻ്റെ ഫലമായിട്ടുള്ള സമൂഹങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് 40 കിലോമീറ്റർ അപ്പുറത്ത് ആനന്ദ്, ഖേഡ, അങ്ങനെ ധാരാളം മിഷൻ ഏരിയകളും കാത്തലിക്സും ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നന്നായിട്ട് മിഷൻ പ്രവർത്തനങ്ങളും സുവിശേഷ പ്രഘോഷണങ്ങളും ഒക്കെ നന്നായിട്ട് സിറ്റിക്കകത്ത് പോകുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഈശോമിശിഹായ്ക്ക് ഇവിടുത്തെ മെയിൻ ഈ റോസറി കത്തീഡ്രൽ തിരുനാൾ ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കിലാണ്. 9 ദിവസത്തെ നൊവേനയും തിരുനാളുമാണ് നടത്തുന്നത്. ബാക്കിയൊക്കെ എല്ലാ ആഘോഷങ്ങളും അതുപോലെ തന്നെ ഒക്കെ നടത്തുന്നു. ഇവിടെ ഇങ്ങനെ വലിയ പ്രത്യേകമായിട്ടുള്ള മാതാവിൻ്റെ എന്തെങ്കിലും മാതാവിൻ്റെ ഒരു ഷ്രൈൻ അപ്പുറത്തുള്ളത്, അത് വേറെ ഡിസ്ട്രിക്റ്റുകാരുടെ ഒരു ഷ്രൈനുണ്ട്, മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു. അത് പണ്ട് പോർച്ചുഗീസിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറയപ്പെടുന്നത്. അങ്ങനെ എൻ്റെ കുറച്ച് ഐതിഹ്യത്തിൻ്റെ ചരിത്രമൊക്കെ ഉണ്ട്. ഇത് ഇവിടെയല്ല, വേറെ ഷ്രൈനില്ല, എടുത്ത് മാറുന്നു. അല്ല, ഇവിടെ മാതാവിൻ്റെ മറ്റേ സംരക്ഷണമായിട്ട് റോസറി എന്ന പേര് വരുന്നു. ഇപ്പോൾ റോസറി കത്തീഡ്രലിൽ അവർ പേരിട്ട്. അപ്പം ആ ഭക്തിയോടുകൂടി ആളുകൾ മാതാവിൻ്റെ മധ്യസ്ഥ വീഴ്ച വരുന്നു, പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ഒരു സംരക്ഷണം ഇവിടെ എല്ലാവർക്കും ഉണ്ട്, ഒരു വിശ്വാസം, തീഷ്ണതയുണ്ട്. ഓക്കെ, താങ്ക് യു അച്ഛാ. അച്ഛൻ കുപ്പായി ഇടാത്തത് ഞാൻ തിരക്ക് പിടിച്ചത് കാരണമാണ് കേട്ടോ. ഞാൻ തിരക്ക് പിടിച്ച് എനിക്ക് പോകാനുള്ള സമയം തിരക്കായത് കാരണം, എനിക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടത് കാരണം ഞാൻ തിരക്ക് പിടിച്ച കാരണം അച്ഛൻ കുപ്പായി ഇടാത്തതാണ്. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായ്ക്ക് ഗുജറാത്തിലെ ഷറേനോ മദർ ഓഫ് ദ ഫോർസേക്കൺ എന്ന ദേവാലയമാണിത്. ഉപേക്ഷിക്കപ്പെട്ടവരുടെ അമ്മ, വഡോദരയിലെ ഉപേക്ഷിക്കപ്പെട്ടവരുടെ അമ്മ എന്നറിയപ്പെടുന്ന പ്രതിമ സ്പെയിനിൽ നിന്നും കൊണ്ടുവന്ന വളരെ പ്രത്യേകതയുള്ള ഒരു മാതാവിൻ്റെ സ്റ്റാച്ചു ഉള്ള ഒരു ദേവാലയമാണിത്. 1930 ഈ പള്ളിയുടെ തുടക്കം. 1959 മാതാവിൻ്റെ രൂപം സ്പെയിനിൽ നിന്നും കൊണ്ടുവന്നത്. മാതാവിൻ്റെ രൂപം പണി കഴിപ്പിച്ച് അവിടുന്ന് കൊണ്ടുവരാൻ തുടങ്ങിയപ്പോഴത്തേന് ഇത് രൂപപ്പെടുത്തിയ ആളെ സ്പെയിനിലെ യുദ്ധം, ആഭ്യന്തര യുദ്ധത്തിൽ
അവർ പിടിച്ച് തടവിലാക്കപ്പെട്ടു. പിന്നീട് വളരെ കാലം ഈ പ്രതിമ നഷ്ടപ്പെട്ടു പോയിരുന്നു. പിന്നീട് 2 പതിറ്റാണ്ടിന് ശേഷമാണ് ഈ പ്രതിമ കണ്ടുകിട്ടി ഇവിടെ വീണ്ടും ഇങ്ങോട്ട് ബോംബെയിലേക്ക് കൊണ്ടുവന്ന് ബോംബെ വഴിയായിട്ട് ഈ ഗുജറാത്തിലേക്ക് കൊണ്ടുവന്നത്. ജനുവരി 26-ാം തീയതിയാണ് ഇവിടെ മാതാവിൻ്റെ തിരുനാൾ. ഈ തിരുനാളിന് നാനാജാതി മതസ്ഥർ ഇവിടെ കടന്നു വരുന്നുണ്ട്. 50,000-ത്തിലധികം ആളുകൾ ഈ ദേവാലയത്തിൽ കടന്നു വരുന്നുണ്ടെന്നാണ് ഇവിടുന്ന് പറയപ്പെടുന്നത്. ഒരുപാട് അത്ഭുതങ്ങൾ, രോഗശാന്തികളൊക്കെ നടക്കുന്നതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. നഗരപ്രദക്ഷിണമായിട്ട് റോസറി മാല, വൈദികരുണ്ട്. പ്രീസ്റ്റ് ഹോം ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു 13ഓളം വൈദികർ പ്രായമായവരുണ്ട്. അവരെ ഞാൻ പോയി കണ്ടു. അവരുടെ ഒന്നും വീഡിയോ പിടിക്കരുത് എന്ന് അവർ നിർദ്ദേശിച്ചതുകൊണ്ട് മാത്രം ഞാൻ അവരുടെ ആരുടെയും വീഡിയോ പിടിക്കുന്നില്ല. ഒരുപാട് വൈദികരുണ്ട്. ഒത്തിരി പ്രായം ചെന്നവരാണ്. 90 വയസ്സ് 80 വയസ്സുള്ള മലയാളി വൈദികർ, നമ്മുടെ മലയാളി വൈദികരാണ് ഇവിടെ പണ്ട് കാലത്ത് മിഷനിലേക്ക് കടന്നു വന്ന് ഇവിടെ മിഷൻ പ്രവർത്തനം നടത്തിയ വൈദികർ താമസിക്കുന്നുണ്ട്. അവരുമായിട്ട് കുറച്ചു നേരം സംസാരിച്ചു. അവരിപ്പോൾ വിശ്രമജീവിതം നയിക്കുകയാണ്. അവർക്ക് പുറകെ നമ്മളെപ്പോലുള്ളവർ ഇനിയും ഈ സുവിശേഷ വേല തുടർന്നുകൊണ്ടിരിക്കണം. ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഈശോയെ കൊടുക്കുക. ഈശോയാണ് ഏകരക്ഷകൻ. ഈശോയിലൂടെ അല്ലാതെ ആരും സ്വർഗത്തിലെത്തുന്നില്ല. അതുകൊണ്ട് ഈശോയെ നമ്മൾ കഴിയുന്നതും കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ദൗത്യം. ഇവിടെ കടന്നു വരുന്നവരിൽ ഏറെയും യുവാക്കളാണ്. അവരുടെ ഒത്തിരി ആഗ്രഹങ്ങൾ, നിരന്തര ജീവിത ആവശ്യങ്ങളിലേക്ക് ഒരുപാട് വ്യത്യാസം വരുന്നത് കാരണം തന്നെ അവർ ഒരുപാട് വരുന്നു. ഇപ്പോൾ ഞാൻ ഈ ദേവാലയത്തിലേക്ക് വന്നപ്പോൾ പോലും ഇവിടെ ഇന്ന് ഇടദിവസമാണ്, പക്ഷേ ഇവിടെ എപ്പോഴും ആളുകൾ വന്നും പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇടദിവസമാണെങ്കിൽ പോലും ധാരാളം ആളുകൾ ഇവിടെ കടന്നു വരുന്നു. ഈ പരിശുദ്ധ അമ്മയുടെ ആ രൂപം ദർശിച്ചുകൊണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ ഓരോ ദിവസവും വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഉപേക്ഷിക്കപ്പെട്ടവരുടെ അമ്മ എന്നാണ് പറയപ്പെടുന്നത്. മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ടവർ, ഒറ്റപ്പെട്ടു പോയവർ, അങ്ങനെ പുറന്തള്ളപ്പെട്ടവരുടെ ഒക്കെ അമ്മയായിട്ടാണ് ഇവിടെ ഈ വഡോദരയിലെ പരിശുദ്ധ അമ്മ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ടു പോയവർക്ക് ആശ്വാസമാണ് എപ്പോഴും പരിശുദ്ധ അമ്മ. പരിത്യജിക്കപ്പെട്ടവരുടെ അമ്മ എന്നാണ് അറിയപ്പെടുന്നത്. ഉപേക്ഷിക്കപ്പെട്ടവരുടെ ഒക്കെ കൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഒരുപാട് ഉള്ളതായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് യുവാക്കന്മാർ ഇവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് എപ്പോഴും കടന്നു വന്നുകൊണ്ട്. ചെറിയൊരു ദേവാലയമാണിത്. ഒരുപാട് വലിയ ദേവാലയമൊന്നുമില്ല. 50 പേർക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യമേ ഈ ദേവാലയത്തിലുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഇവിടെ എപ്പോഴും ആളുകളുടെ സാന്നിധ്യം ഉണ്ട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് കൂടി യാത്ര ചെയ്യാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.